ഇപ്പം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെതിരെ ഒരു വധശ്രമം നടക്കുന്നതായുള്ള ഒരു വാർത്ത വരുന്നുണ്ട്. പ്രത്യേകിച്ച് പാശ്ചാത്യ മാധ്യമങ്ങളാണ് ഈ സാധനം പുറത്തോട്ട് വിടുന്നത്. ഇപ്പം അദ്ദേഹം മോസ്കോ വിട്ട് പുറത്തോട്ട് പോകുന്നില്ല എന്നുള്ള തരത്തിലേക്കാണ് വാർത്തകൾ വരുന്നത്. അപ്പം യഥാർത്ഥത്തിൽ എന്താണ് ഇതിൻ്റെ ഒരു സത്യാവസ്ഥ? ഫവസ് പറഞ്ഞത് ശരിയാണ്. ഈ കഴിഞ്ഞ ദിവസം പല പാശ്ചാത്യ മാധ്യമങ്ങളിലും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെതിരെ വധശ്രമം നടന്നതായിട്ട് ഉള്ള വാർത്തകൾ പുറത്തു വന്നു. ഈ കഴിഞ്ഞ 2 വർഷമായിട്ട് 2025 മുതൽ റഷ്യയിലെ ഉന്നത സൈനിക മേധാവികൾക്കെതിരെ വധശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. ചിലരെങ്കിലും കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഉദാഹരണത്തിന് പിന്നെ റഷ്യയുടെ പ്രമുഖ ഒരു ജനറലായ ലഫ്റ്റനന്റ് ജനറൽ ഫാനിൽ സർവറോവ്, ഇവരുടെയൊക്കെ പേരുകൾ ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഫാനിൽ സർവറോവ് കൊല്ലപ്പെട്ടിരുന്നു. അദ്ദേഹം റഷ്യയുടെ സൈനിക ഉപമേധാവിയായിരുന്നു. അദ്ദേഹത്തിന്റെ വാഹന വ്യൂഹം മോസ്കോയിലൂടെ നീങ്ങുമ്പോഴാണ് അദ്ദേഹം കൊല്ലപ്പെട്ടത്. അത് അവിടെ വലിയൊരു ഒച്ചപ്പാടുണ്ടാക്കിയിരുന്നു. കാരണം അവിടുത്തെ ആഭ്യന്തര ഇന്റലിജൻസ് സർവീസിന്റെ പരാജയമായിട്ട് അത് പലരും ചൂണ്ടിക്കാണിച്ചിരുന്നു. ഇത് പാശ്ചാത്യ രാജ്യങ്ങള് ഇപ്പോ റഷ്യയെ യുദ്ധത്തിലൂടെ, അതായത് യുക്രൈൻ റഷ്യ യുദ്ധം നടന്നപ്പോൾ നമ്മുടെ നാട്ടിലെ പല മാധ്യമങ്ങളിലും വാർത്തയൊക്കെ വന്നിരുന്നു. അതായത് അമേരിക്ക എങ്ങനെ വിയറ്റ്നാമിൽ തീർന്നു, അല്ലെങ്കിൽ അതുപോലെ റഷ്യ യുക്രൈനിൽ തീർന്നു പോകും, റഷ്യയുടെ സമ്പദ്ഘടന വ്യവസ്ഥ ഭയങ്കര ക്രൈസിസിലാണ്, റഷ്യ വലിയ പ്രതിസന്ധിയിലാണ്, ഉടൻ തന്നെ പുടിന് സ്ഥാനം നഷ്ടപ്പെടും എന്നൊക്കെയുള്ള വാർത്തകൾ പല മാധ്യമങ്ങളിലും വന്നിരുന്നു. പക്ഷേ അങ്ങനെയൊന്നും സംഭവിച്ചില്ല. റഷ്യ പെട്ടെന്ന് കടക്കണിയിലോട്ടോ റഷ്യയുടെ യൂറോപ്പിലും അമേരിക്കയിലുമുള്ള അസറ്റുകളൊക്കെ തന്നെ ഈ 2 സർക്കാരുകളും മരവിപ്പിച്ചിരുന്നു. പക്ഷെ അങ്ങനെയൊന്നും സംഭവിച്ചില്ല. അപ്പോൾ ഈ 3 വർഷം ആകുന്നു ഈ യുദ്ധം തുടങ്ങിയിട്ട്, എന്നിട്ടും റഷ്യയുടെ സമ്പദ്ഘടന തകർന്നിട്ടൊന്നുമില്ല. യുക്രൈന്റെ ഏതാണ്ട് 25% ഭൂമി റഷ്യ പിടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ യുദ്ധം അനന്തമായി നീണ്ടുപോകാനുള്ള സാധ്യത, അല്ലെങ്കിൽ പാശ്ചാത്യ രാജ്യങ്ങളുടെ ഒരു ലക്ഷ്യമുണ്ടായിരുന്നു ഈ യുദ്ധം തുടങ്ങുമ്പോൾ. അത് 1 കൊല്ലത്തിനുള്ളിൽ റഷ്യയെ പരാജയപ്പെടുത്തിക്കൊണ്ട് നാറ്റോ കിഴക്കൻ യൂറോപ്പിൽ കൂടുതൽ രാജ്യങ്ങളിലേക്ക് നാറ്റോ സഖ്യം വ്യാപിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ പുതുതായിട്ട് നാറ്റോയിലേക്ക് ചേരാൻ പലരും ഇപ്പോൾ താല്പര്യപ്പെടുന്നില്ല. കാരണം റഷ്യൻ ആക്രമണം ഉണ്ടായേക്കാം എന്നുള്ള ഒരു ഭീതി പല രാജ്യങ്ങളിലും നിലനിൽക്കുന്നുണ്ട്. ഈ സാഹചര്യങ്ങളൊക്കെ വരുന്നു. ഇറാൻ അമേരിക്ക യുദ്ധത്തിൽ അമേരിക്കയ്ക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. ഇറാന് റഷ്യ പിന്തുണ കൊടുക്കുന്നു. അതുപോലെ മറ്റ് പല വിഷയങ്ങളിലും അമേരിക്കയുടെ അന്താരാഷ്ട്ര തലത്തിലുള്ള താല്പര്യങ്ങൾക്ക് ഹാനികരമായ നിലപാടുകൾ വ്ളാഡിമിർ പുടിൻ സ്വീകരിക്കുന്നു. പുടിനെ മെരുക്കാൻ ഡൊണാൾഡ് ട്രംപിന് സാധിക്കുന്നില്ല. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രതിസന്ധികൾ അമേരിക്കയ്ക്കുണ്ട്. അപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയ്ക്ക് റഷ്യയിലെ ഭരണകൂടം മാറുക എന്നുള്ളതാണ് ഇപ്പോൾ അമേരിക്ക അല്ലെങ്കിൽ ചില യൂറോപ്യൻ രാജ്യങ്ങളും ലക്ഷ്യമിടുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവർ പ്രചരിപ്പിക്കുന്ന വാർത്തയാണെന്ന് മറ്റൊരു വിലയിരുത്തലുണ്ട്. അതായത് ഞാൻ ഇന്നലെ CNN ഒക്കെ നോക്കുമ്പോൾ CNN-ൽ യഥാർത്ഥത്തിൽ പുടിനെതിരെ വധശ്രമം നടന്നു എന്ന തരത്തിൽ വാർത്തയില്ല. പക്ഷേ CNN പറയുന്നത് അത്യപൂർവമായ തലങ്ങളിലേക്ക് സെക്യൂരിറ്റി ശക്തിപ്പെടുത്തിയിരിക്കുന്നു. വ്ളാഡിമിർ പുടിനെ കാണാനായിട്ട് പോകുന്നവരെ പൂർണ്ണമായിട്ടും ഒരു സ്ഥലത്ത് എല്ലാ ചെക്കപ്പും കഴിഞ്ഞിട്ട് രണ്ടാമത് വേറൊരു സ്ഥലത്ത് ഇത് ആവർത്തിക്കപ്പെടുന്നുണ്ട്. അതായത് എന്തെങ്കിലും കാരണവശാൽ ആ വ്യക്തിക്ക് ഒരു ചാവേർ ബോംബറോ മറ്റോ ആണെങ്കിൽ, അയാൾ ഏതെങ്കിലും കാരണവശാൽ ആദ്യത്തെ ലെവലിലെ സെക്യൂരിറ്റി പരിശോധനകളിൽ രക്ഷപ്പെട്ടെങ്കിൽ രണ്ടാമത്തെ ലെവലിൽ അയാൾ പിടിക്കപ്പെടും. റഷ്യൻ പ്രസിഡന്റിനോടനുബന്ധിച്ച് അവിടെ ജോലി ചെയ്യുന്ന സർവ്വ ആൾക്കാരിൽ അവർക്ക് പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിലൂടെ അവർക്ക് യാത്ര ചെയ്യാൻ അനുവാദമില്ല. അവർക്കൊക്കെ തന്നെ വാഹനങ്ങൾ കൊടുത്തിരിക്കുകയാണ്. ആ നിശ്ചിത വാഹനങ്ങളിൽ മാത്രമേ അവർ യാത്ര ചെയ്യാവൂ. അവരുടെ ഓരോ യാത്രകളും സർക്കാർ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇതൊരു ഭീതിയുടെ അന്തരീക്ഷമാണ് എന്നാണ് അമേരിക്ക കളിയാക്കുന്നത്. ഇതിനിടയ്ക്ക് റഷ്യയിലെ തന്ത്രപ്രധാനമായ വലിയൊരു ശക്തി കേന്ദ്രമാണ് ഷോർഗൈ ഷോയ്ഗു എന്ന ഒരു അവരുടെ സെക്യൂരിറ്റി കൗൺസിൽ സെക്രട്ടറി ഉണ്ട്. അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ അസിസ്റ്റന്റ്, അദ്ദേഹത്തിന് ഓഫീസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലി വഹിക്കുന്ന ആളിനെ വധിച്ചു. അതും അജ്ഞാതരായ അക്രമികൾ അദ്ദേഹത്തിനെ യാത്രക്കിടയിലാണ് കൊലപ്പെടുത്തിയത്. അപ്പോൾ ഇങ്ങനെ ഈ നിരവധി ഒരു 4-5 പ്രധാനപ്പെട്ട
വ്യക്തികൾ ഈ കഴിഞ്ഞ ഒരു 6-7 മാസത്തിനുള്ളിൽ കൊല്ലപ്പെട്ടു എന്നാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇത് പുട്ടിനെ അസ്ഥിരപ്പെടുത്തുക, പുട്ടിനെ നേരിട്ട് ആക്രമിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഡിസിഷൻ മേക്കിംഗ് ഒരു ഗ്രൂപ്പിലുള്ള മറ്റ് പലരെ അപായപ്പെടുത്തുക. അവരെ അപായപ്പെടുത്താൻ പറ്റുന്നില്ലെങ്കിൽ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഓഫീസർമാരെ വധിക്കുക. ഇങ്ങനെയൊക്കെയുള്ള ഒരു പല തലങ്ങളിലുള്ള ഒരു തന്ത്രം പാശ്ചാത്യ രാജ്യങ്ങൾ പ്രയോഗിക്കുന്നുണ്ട് എന്നാണ് വാർത്തകൾ വരുന്നത്. അത് നമ്മളിത് ഈ സമയത്ത് ആലോചിക്കേണ്ട 2023 റഷ്യയിലെ കൂലിപ്പട്ടാള തലവനായിട്ടുള്ള യൗജനി പ്രിഗോഷിൻ മോസ്കോയ്ക്ക് നേരെ ഒരു മാർച്ച് നടത്തി. അദ്ദേഹം അയാളുടെ സൈനികരുമായിട്ട്, കൂലിപ്പട്ടാളവുമായിട്ട്, അത് കിലോമീറ്ററുകൾ മുന്നോട്ട് പോകാൻ അവർക്ക് കഴിഞ്ഞു, നിരവധി കിലോമീറ്റർ. അതിനുശേഷമാണ് അവരെ തടയാൻ റഷ്യൻ സൈന്യത്തിന് കഴിഞ്ഞത്. കാരണം ഇതെല്ലാം തന്നെ റഷ്യൻ സൈന്യത്തിലെ വെറ്ററൻസാണ്, ഇയാളുടെ കൂടെ ഉള്ളതിൽ പലരും. പിന്നെ റഷ്യയിലെ കൊടും കുറ്റവാളികൾ, ജയിലിൽ കിടക്കുന്ന കൊടും കുറ്റവാളികളെ, ഇപ്പം ഉദാഹരണത്തിന് യുക്രൈൻ വാർ ഫ്രണ്ടിൽ നിങ്ങൾ 2 കൊല്ലം സെർവ് ചെയ്യാമെങ്കിൽ നിങ്ങളുടെ ശിക്ഷ ഇല്ലാതാക്കാവുന്നു, നിങ്ങൾക്ക് ഇത്ര പൈസ തരാമെന്നും. റഷ്യയിൽ താമസിക്കാൻ പറ്റില്ല, അവർക്ക് മറ്റേത് രാജ്യത്ത് വേണമെങ്കിലും സ്വതന്ത്രമായിട്ട് പോകാം ഉള്ള അനുവാദവും കൊടുക്കും. അപ്പോൾ പല കൊടും കുറ്റവാളികളും ഈ ഓഫർ സ്വീകരിച്ചിട്ട് ഈ കൂലിപ്പട്ടാളത്തിൽ ചേരും. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് സംഭവ വികാസങ്ങൾ ഇപ്പോൾ അവിടെ നടക്കുന്നു. റഷ്യ ആൾക്കാരുടെ എണ്ണം അധികം, ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യമാണെങ്കിലും ജനസംഖ്യയുടെ കാര്യത്തിൽ ഒരു 10-12 കോടി ജനങ്ങൾ മാത്രമാണ് റഷ്യയിലുള്ളത്. ഇതൊരു പരിമിതിയാണ് റഷ്യക്ക്. നമുക്കറിയാം, ഇന്ത്യയിൽ നിന്ന് തന്നെ പോയിട്ട് റഷ്യൻ സൈന്യത്തിൽ ചേർന്ന ആൾക്കാരുണ്ട്. ഈ തമിഴ്നാട്ടിൽ നിന്നൊക്കെയുള്ള ചില ആൾക്കാർ റഷ്യൻ സൈന്യത്തിൽ ചേർന്നതായിട്ട് വാർത്തകളുണ്ട്. അപ്പോൾ റഷ്യയെ സംബന്ധിച്ചിടത്തോളം അതുപോലെ അവർ നോർത്ത് കൊറിയയിൽ നിന്നുള്ള, അവിടെ പിന്നെ നോർത്ത് കൊറിയൻ സർക്കാരിന്റെ തന്നെ അനുവാദത്തോട് കൂടിയിട്ടാണ് യുക്രൈൻ യുദ്ധത്തിൽ പങ്കെടുക്കാനായിട്ട് റഷ്യൻ സൈന്യത്തിന്റെ ഭാഗമായിട്ട് യുദ്ധം ചെയ്യുന്ന വടക്കൻ കൊറിയൻ പൗരന്മാരുണ്ട്. ഈ പല സാഹചര്യങ്ങളും കണക്കിലെടുക്കുമ്പോൾ, അതുപോലെ യുക്രൈന് റഷ്യയിലെ പല ആക്രമണങ്ങളും പാശ്ചാത്യ ഇന്റലിജൻസ് നെറ്റ്വർക്കുകളുടെ സഹായത്തോടു കൂടിയാണ് നടത്തുന്നത്. അല്ലാതെ റഷ്യയുടെ ഉൾപ്രദേശങ്ങൾ വരെ എത്തുന്ന മിസൈലുകളോ ഡ്രോണുകളോ ഒന്നും യുക്രൈന്റെ കൈവശമില്ല. ഇപ്പൊ യുക്രൈനിൽ നിന്നും റഷ്യയുടെ ഉൾപ്രദേശങ്ങളിലേക്ക് എത്തണമെങ്കിൽ 5000 അല്ല, ചില സമയത്ത് ചിലയിടത്തൊക്കെ എത്തണമെങ്കിൽ 10,000 കിലോമീറ്റർ വരെ സഞ്ചരിക്കാൻ റേഞ്ചുള്ള മിസൈലുകളും അതുപോലെ തന്നെ ഡ്രോണുകളും ഒക്കെ വേണം. അത്തരം ഡ്രോണുകളുടെ കാര്യത്തിൽ അത്തരം ഡ്രോണുകൾ ഇന്ന് ലോകത്ത് തന്നെ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. ഈ പല ആക്രമണങ്ങളും യുക്രൈൻ നടത്തുന്നത് FPV ഡ്രോണുകൾ ഉപയോഗിച്ചാണ്. ഫസ്റ്റ് പേഴ്സൺ വ്യൂ എന്ന് പറയുന്ന, അതിന്റെ റേഞ്ച് വെറും 150-200 കിലോമീറ്റർ ഒക്കെയാണ്. നമുക്കറിയാം, റഷ്യയുടെ ബോംബർ വിമാനങ്ങളെ 2-3 ബോംബർ വിമാനങ്ങളെ യുക്രൈൻ ഡ്രോൺ ആക്രമണത്തിലൂടെ തകർത്ത വാർത്ത ഇടയ്ക്ക് ഒരു കൊല്ലത്തോളം ആകുന്നെന്ന് തോന്നുന്നു. ഓർമ്മയുണ്ടോ ഫവാസിന്? അത് വലിയ വാർത്തയായിരുന്നു. ഇത് ശരിക്കും പറഞ്ഞാൽ പലരെയും ഞെട്ടിച്ചു. ഇത്ര ദൂരം യാത്ര ചെയ്ത് ഈ ബോംബർ വിമാനങ്ങൾ സൂക്ഷിച്ചിരുന്നിടത്ത് എത്താൻ യുക്രൈൻ എങ്ങനെ സാധിച്ചു എന്നുള്ളത്. ശരിക്കും അവിടെ റഷ്യയുടെ ഒരു അലംഭാവം അല്ല, അതിന് വേറെ കാരണങ്ങളുണ്ട്. എങ്കിലും നമുക്ക് പ്രാഥമികമായിട്ട് ഒരു തരം അലംഭാവം, അതായത് ഇത് ഓപ്പൺ സ്പേസിലാണ് സൂക്ഷിച്ചിരുന്നത്. അത് റഷ്യയും അമേരിക്കയും തമ്മിലുള്ള ഒരു കരാറിന്റെ ഭാഗമായിട്ടാണ്, സോൾട്ട് ഉടമ്പടിയുടെ ഭാഗമായിട്ടാണ് അമേരിക്കയുടെ ബോംബറുകൾ, B-2 ബോംബറുകൾ എവിടെയാണ് സൂക്ഷിക്കുന്നതെന്ന് റഷ്യയെ അറിയിക്കണം. റഷ്യയുടെ TU ടുപ്പളോവ് ബോംബറുകൾ എവിടെയാണ് സൂക്ഷിക്കുന്നതെന്ന് അമേരിക്കയെ അറിയിക്കണം. ഇത് സദാ ഉപഗ്രഹ നിരീക്ഷണത്തിന് വിധേയമാവാൻ അനുവദിക്കണം. അങ്ങനെയൊക്കെയുള്ള കരാറാണ് ഈ സോൾട്ട് ഉടമ്പടി എന്ന് പറയുന്നത്. സ്ട്രാറ്റജിക് ആംസ് അങ്ങനെയുള്ള അതിന്റെ ഫുൾ നെയിം ഞാനങ്ങ് മറന്നുപോയി. അപ്പോൾ ആ ട്രീറ്റി പ്രകാരം ആണ് ഇത് അവിടെ സൂക്ഷിച്ചിരുന്നത്. പക്ഷെ ആ ട്രീറ്റിയുടെ കാലാവധി തീർന്നിട്ട് ഒരാഴ്ചക്കുള്ളിലാണ് ഇവ തകർക്കപ്പെട്ടത്. അതിന്റെ കാരണം കള്ളക്കടത്തായിട്ട് ഈ FPV ഡ്രോണുകൾ ഈ വിമാനത്താവളത്തിന് അരികെ എത്തിക്കാനും, അങ്ങനെ ഒരു ഒഴിഞ്ഞ പ്രദേശത്ത് അവിടെയുള്ള ഒരു കാട്ടിൽ നിന്നും ഈ വിമാനത്താവളത്തിന്, ഈ സൈനിക താവളത്തിന് നേരെ പ്രയോഗിക്കാനും യുക്രൈന് കഴിഞ്ഞു. അത് കഴിഞ്ഞത് ഒരു ഇന്റലിജൻസ് ഓപ്പറേഷനാണ്. ശരിക്കും എനിക്ക് തോന്നിയിട്ടുണ്ട് റഷ്യ പരാജയപ്പെടുന്ന, അല്ലെ റഷ്യക്കുള്ള പരിമിതി അമേരിക്കയുടെയോ ഇസ്രായേലിൻ്റെയോ ഇന്റലിജൻസ് നെറ്റ്വർക്ക് റഷ്യക്കില്ല. നിങ്ങൾ ഈ യുദ്ധങ്ങളൊക്കെ ഈ അടുത്ത കാലത്ത് നടന്ന യുദ്ധങ്ങൾ എടുത്ത് നോക്കിയാൽ ഒരു പരമ്പരാഗത യുദ്ധത്തിൽ കൂടെ അല്ല
ഇറാനെതിരെയോ അല്ലെങ്കിൽ ഒരുപക്ഷെ ഹമാസിനെതിരെയോ അല്ലെങ്കിൽ ഹെസ്ബള്ളക്കെതിരെയോ ഇസ്രായേൽ മേൽക്കൈ നേടുന്നത്. ഇസ്രായേലിന്റെ ഒരു ശക്തി അവരുടെ ഇന്റലിജൻസ് ഓപ്പറേഷൻസ് ആണ്. ആ ഇന്റലിജൻസ് ഓപ്പറേഷൻസിലൂടെയാണ് അവര് ഇപ്പം ഹമാസ് നേതാക്കന്മാർ ഉപയോഗിച്ചിരുന്ന പേജറുകളോ ഹെസ്ബുള്ള നേതാക്കന്മാർ ഉപയോഗിക്കുന്ന വാക്കി ടോക്കികളോ ഒക്കെ തന്നെ പൊട്ടിത്തെറിച്ച് നിരവധി ആൾക്കാർ കൊല്ലപ്പെട്ട സംഭവങ്ങളുണ്ട്. ഇത് മേൽക്കൈ ലഭിക്കുന്ന ഇന്റലിജൻസിലൂടെയാണ്. ഇറാന്റെ പല സൈനിക മേധാവികളും ഇസ്രായേലിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് അവരുടെ ശക്തമായ ഇന്റലിജൻസ് നെറ്റ്വർക്കിന്റെ സഹായത്തോടുകൂടിയാണ്. CIA-യുടെയും മൊസാദിന്റെയും അതിശക്തമായ ഇന്റലിജൻസ് ഏജൻസീസ് അവരുടെ ആധുനിക ഉപകരണങ്ങൾ ഉപയോഗിച്ചുള്ള ചാരവൃത്തി അല്ലെങ്കിൽ സ്നൂപ്പിംഗ്, ഇതൊക്കെ ഈ ആധുനിക യുദ്ധങ്ങളിൽ വലിയ പങ്കാണ് വഹിക്കുന്നത്. ഇവിടെ യുക്രൈനും ആ ഒരു തരത്തിൽ ആ ഒരു അപ്രോച്ചാണ് റഷ്യയുടെ എതിരെ എടുത്തിരിക്കുന്നത്. പലപ്പോഴും റഷ്യയുടെ പരമ്പരാഗത യുദ്ധതന്ത്രങ്ങളെ നേരിടാൻ ഒരു കാരണവശാലും യുക്രൈന് പറ്റില്ല. അപ്പോൾ പിന്നെ ചെയ്യേണ്ടത്, റഷ്യക്കാരും യുക്രൈൻകാരും തമ്മിൽ കണ്ടാൽ ഒരു വ്യത്യാസവും ഇല്ല. അവരൊരേ തരത്തിലുള്ള ആൾക്കാരാണ്. ഭാഷ പോലും മിക്ക യുക്രൈനിയൻസിനും റഷ്യൻ അറിയാം. കാരണം അത് സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിരുന്നു പഴയ കാലത്ത്. അപ്പോൾ നിശ്ചയമായിട്ടും ഇപ്പം പാകിസ്ഥാൻകാരൻ ഇന്ത്യയിൽ വന്ന് ചാരപ്രവൃത്തി നടത്തുന്നതിനേക്കാൾ വളരെ എളുപ്പമാണ് യുക്രൈനിയൻസിന് റഷ്യയിൽ പോയി പിന്നെ ചാരപ്പണി നടത്താനും അവിടെ ആക്രമണം നടത്താനും. പാകിസ്ഥാൻകാരൻ ഇന്ത്യയിൽ വന്നാൽ വടക്കേ ഇന്ത്യയിൽ മാത്രമേ അവിടുത്തുകാരന് അവരെ പോലെ ഇരിക്കുകയുള്ളൂ. അവർ ഇന്ത്യയുടെ മറ്റേത് ഭാഗത്ത് ചെന്നാലും അവരെ തിരിച്ചറിയപ്പെടും ആ ലുക്സിലൂടെ തന്നെ. അതിപ്പോ ബംഗ്ലാദേശികളാണെങ്കിലും ഒരുപക്ഷെ തിരിച്ചറിയപ്പെടും. ചൈനക്കാർക്ക് ഒരു കാരണവശാലും ഇന്ത്യയിൽ അത്ര പെട്ടെന്ന് കയറിയിട്ട് ചാരപ്രവൃത്തി നടത്താൻ പറ്റില്ല. നോർത്ത് ഈസ്റ്റ് ആൾക്കാർ അതുപോലെ ഉള്ളവരുണ്ടായിരിക്കാം. പക്ഷെ എന്നിരുന്നാലും സൂക്ഷ്മമായ വ്യത്യാസങ്ങൾ ചില സമയത്തെങ്കിലും അത് പുറത്തു വരും. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള, പക്ഷേ ഈ റഷ്യ യുക്രൈൻ യുദ്ധത്തില് ഇത്തരം കണ്ടുപിടിക്കപ്പെടാനുള്ള സാഹചര്യങ്ങളൊക്കെ വളരെ കുറവാണ്. സ്വാഭാവികമായിട്ടും അവരുടെ പിന്നെ ചാരന്മാർ റഷ്യയിൽ പ്രവേശിക്കുകയും പുടിനെ അപായപ്പെടുത്താനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടായിരിക്കണം വ്ളാഡിമിർ പുടിന്റെ സുരക്ഷാ സംവിധാനങ്ങൾ വളരെയധികം ശക്തിപ്പെടുത്തിയിരിക്കുകയാണ്. ഈ വിസിറ്റേഴ്സിന് ഭയങ്കര സ്ക്രീനിങ് ആണ്. ആർക്കും പിന്നെ മോസ്കോയിലെ പ്രസിഡൻഷ്യൽ പാലസിലേക്ക് ചെല്ലുന്ന ആർക്കും സ്മാർട്ട് ഫോൺ ഉപയോഗിക്കാൻ പാടില്ല. അവർക്ക് പഴയ കാലത്തെ രീതിയിലുള്ള വോയിസ് മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന ഫോണുകൾ മാത്രമാണ് ഉപയോഗിക്കുന്നത്. കാരണം സ്മാർട്ട് ഫോണിലൂടെ ഇന്റർനെറ്റ് ആക്സസ് ഉണ്ടാവുകയും ഇന്റർനെറ്റിന്റെ സഹായത്തോടുകൂടി പല സ്ഫോടനങ്ങൾ നടത്താൻ പറ്റുകയും ചെയ്യും. സാധാരണ ഫോണുകൾക്ക് അത് ബാധകമല്ല. അപ്പോൾ വളരെ നിയന്ത്രണങ്ങളാണ്. അതുപോലെ പല ഫ്രീക്വൻസികളും പിന്നെ റഷ്യൻ പ്രസിഡന്റ് പോകുന്ന വഴിക്കെല്ലാം ബാൻ ചെയ്തിരിക്കും. റഷ്യ ആ ഫ്രീക്വൻസിയിൽ ഉപയോഗിക്കുന്ന ഡ്രോണുകളാവട്ടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പിന്നെ അൺമാൻഡ് ഗ്രൗണ്ട് വർക്കുകളാവട്ടെ, ഇതിനെയൊക്കെ തടയുക എന്നുള്ള ഒരു ലക്ഷ്യമാണ്. അപ്പം വളരെ 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 പിന്നെ ടൈറ്റായിട്ടുള്ള ഒരു സെക്യൂരിറ്റിയാണ്. റഷ്യൻ പ്രസിഡന്റിന്റെ ഒരു വേനൽക്കാല വസതിയുണ്ട്, വാൾഡൈ എന്ന് പറയുന്ന സെന്റ് പീറ്റേഴ്സ്ബർഗിനും മോസ്കോയ്ക്കും ഇടയ്ക്കുള്ള ഒരു സ്ഥലത്ത്. അവിടേക്ക് പോലും അദ്ദേഹം യാത്ര ചെയ്യുന്നില്ല എന്നാണ് ഏറ്റവും പുതിയ വാർത്തകൾ വരുന്നത്. അദ്ദേഹം കൂടുതൽ സമയവും അത്യാധുനികമായ ബങ്കറുകൾ പണിഞ്ഞിട്ടുണ്ട്. ആ ബങ്കറുകളിൽ തന്നെയാണ് അദ്ദേഹം താമസിക്കുന്നത് എന്നൊക്കെയാണ് പാശ്ചാത്യ ഏജൻസികൾ പറയുന്നത്. പക്ഷെ റഷ്യ ഇത്തരം റിപ്പോർട്ടുകളെ പുച്ഛിച്ച് തള്ളുന്നുണ്ട്. റഷ്യ തിരിച്ച് ചോദിക്കുന്നത്, ഈ ആഴ്ചയിൽ തന്നെ ചെച്ചനിയയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള റമദാൻ കഡിയോറോവ്, അദ്ദേഹത്തിനെ മോസ്കോയിൽ പ്രസിഡൻഷ്യൽ പാലസിൽ വെച്ച് തന്നെ പുടിൻ സ്വീകരിച്ചിരുന്നു. അതുപോലെ ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അവിടെ എത്തിയിരുന്നു, അദ്ദേഹത്തിനെ സ്വീകരിച്ചിരുന്നു. പത്രസമ്മേളനങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പറയുന്ന പാശ്ചാത്യ ഏജൻസികൾ പ്രചരിപ്പിക്കുന്നത് റഷ്യയുടെ ആത്മവിശ്വാസം തകർക്കാനും റഷ്യയുടെ ഇന്റേണൽ ഫോഴ്സസിന്റെ ഇടയിൽ റഷ്യ പുടിനെ യഥാർത്ഥത്തിൽ ഉടനെ കൊല്ലപ്പെടാൻ സാധ്യതയുണ്ടെന്നുള്ള ഒരു ആശങ്ക പരത്താനും വേണ്ടിയാണെന്നാണ് റഷ്യൻ അധികൃതർ ഇതിനെക്കുറിച്ചൊക്കെ പറയുന്നത്. അവർ അഭിപ്രായപ്പെടുന്നത്, തീർച്ചയായിട്ടും പുടിന് ചുറ്റും പതിവ് പോലെയുള്ള സുരക്ഷാ വലയമുണ്ട്. പക്ഷെ പുടിന് യാതൊരു തരത്തിലുള്ള പേടിയുമില്ല. അദ്ദേഹം നിശ്ചയമായിട്ടും ഈ പിന്നെ യുദ്ധങ്ങളിൽ യുക്രൈൻ യുദ്ധം റഷ്യ തീരുമാനിച്ചിരിക്കുന്ന സമയത്ത് മാത്രമേ നിർത്താൻ പോകുന്നുള്ളൂ. ഒരു തരത്തിലുള്ള അട്ടിമറി ശ്രമങ്ങളും അവിടെ നടക്കുന്നില്ല. പാശ്ചാത്യ ലോകത്തിന്റെ സൈക്കോളജിക്കൽ വാർഫെയർ ആണിത്.
എന്നാണ് പറയുന്നത്. എന്തായാലും ശരി, വളരെ വിചിത്രമായ ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. പാശ്ചാത്യ മാധ്യമങ്ങൾ വരും ദിവസങ്ങളിൽ കൂടുതൽ വാർത്തകൾ പ്രചരിപ്പിക്കും. പലതും ഗൂഢാലോചനകളായിരിക്കാം. എന്തായാലും ശരി, നമുക്ക് കൂടുതൽ വിശദാംശങ്ങളുമായിട്ട് വരും ദിവസങ്ങളിൽ പ്രേക്ഷകരെ സമീപിക്കാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം.